ഹലോ, വെൽക്കം ടു ഇന്ത്യൻ സ്പേസി. നമുക്കറിയാം ഇന്ന് ജൂലൈ 21, 2025 നമ്മളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇന്ന് നിര്യാതനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VSന്റെ ഫുൾ ഫോം എന്താണ്? വേലിക്കകത്ത് ശങ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം. എന്താണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ളതാണ്. ജനനം നോക്കിക്കഴിഞ്ഞാൽ 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വെള്ളന്തറ എന്ന പ്രദേശത്ത് നമ്മുടെ VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. അച്ഛൻ ശങ്കരൻ, അമ്മ അക്കമ്മ. വിദ്യാഭ്യാസം പഠനം 7ാം ക്ലാസ് വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. രാഷ്ട്രീയ പ്രവേശനത്തെ പറ്റി പറയുകയാണെങ്കിൽ 1939 സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായി സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുണ്ട്. 46 ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. 46 പുന്നപ്ര വയലാർ സമരത്തിൽ മുൻനിര നേതാവായി അദ്ദേഹം 3 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ചൈനീസ് സ്പൈ, അതായത് സിന്ദാർ എന്നറിയപ്പെടുന്ന ആരോപണത്തിൽ കൂടുതൽ ജയിൽവാസം 1963 അദ്ദേഹം അനുഭവിക്കുകയുണ്ടായി. 75 നമ്മുടെ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ കാലത്തും 20 മാസം തടവിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. 1964 ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? CPI സ്പ്ലിറ്റ് ചെയ്തിട്ട് CPIM ഒക്കെ ആയെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ CPIMന്റെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹമാണ്. ഒരു സ്ഥാപക അംഗം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. 1980-92 സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 85 മുതൽ 2009 വരെ നമ്മുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്നു. ഓക്കെ, ഇനി നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിയമസഭാ അംഗത്വം 7 തവണ ഉണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 67 മുതൽ 77 വരെ അമ്പലപ്പുഴയിൽ, 91-96 മാരാരിക്കുളം, 2001-2021 വരെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിയമസഭാ അംഗമായിരുന്നു. ഓക്കെ, പ്രതിപക്ഷ നേതാവ് പ്രത്യേകതയുണ്ടെന്നാണ്. ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിപക്ഷ നേതാവ് 14 വർഷം 1 മാസം 5 ദിവസം, അതായത് ഏകദേശം 5150 ദിവസം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. 92-96 കാലഘട്ടം, 2001-2006, 2011, 2016 കാലഘട്ടങ്ങളാണ്. ഓക്കെ, ഇനി മുഖ്യമന്ത്രി കാലഘട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. 2006 മെയ് 18 കേരളത്തിൻ്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ VS അച്യുതാനന്ദൻ എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രത്യേകത എന്താണ്? മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു സംസ്ഥാന മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളും വ്യക്തി സവിശേഷങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 97 വയസ്സിന് മുകളിൽ നിയമസഭ അംഗമായിരുന്ന വ്യക്തിയാണ്. പിന്നെന്താണ്? ഏറ്റവും കൂടിയ അംഗം ഈ ഒരു പ്രായത്തിൽ എന്താണ് നിയമസഭ അംഗമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മളുടെ VS അച്യുതാനന്ദൻ. അതൊരു റെക്കോർഡാണ്. ഓക്കെ, ഇനി 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. പ്രത്യേകം തന്നെ ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. പ്രതിപക്ഷ നേതാവായി 14 വർഷം അദ്ദേഹം നിന്നിട്ടുണ്ട്. അതും ഒരു റെക്കോർഡാണ്. പിന്നെന്താണ്? 2016 മുതൽ 2021 വരെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കാം. സമരം തൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. പിന്നെന്താണ്? കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങൾ, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ജനപക്ഷം, പരിസ്ഥിതിയും വികസനവും, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് VS അച്യുതാനന്ദനെ ഓർക്കുമ്പോൾ. ഇനി അദ്ദേഹം നമുക്കറിയാം ഇന്ന്, അതായത് ജൂലൈ 21, 2025 ഉച്ചയ്ക്ക് ഏകദേശം 3:20 കൂടിയാണ് എന്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, 101ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് PSCക്ക് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്